ദാനിയേൽ പ്രവചനം എടുത്ത് 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ട്. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാ, ശ്രദ്ധിക്കണം. ദാനിയേലിന് പ്രതിസന്ധി ഉണ്ടായത് ദാനിയേലിന്റെ പ്രാർത്ഥനയോടാണ്. ഒരു മർമ്മം പറയാം. പ്രാർത്ഥിക്കുന്ന ഒരുവനെ കുരുക്കണമെങ്കിൽ അവൻ്റെ പ്രയർ ആദ്യം ബന്ധിക്കണം. ഞാനൊരു ആത്മീക ദൂത് പറയാം. ആരാധനയ്ക്ക് വരുമ്പോൾ ഭയങ്കര പ്രാർത്ഥനാന്തരീക്ഷ, വീട്ടിൽ ചെന്നാൽ ഒട്ടും പ്രാർത്ഥനാന്തരീക്ഷയില്ല. ഇന്ന് പകൽ ആ പോരാട്ടം നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിയേ പറ്റൂ. ഗ്ലോറി. 30 ദിവസത്തേക്ക് 7-ാം വാക്യം. 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുമെന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. ഇതൊരു നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ പൈശാചിക യുദ്ധക്കളം കാൽവറിയിലാണ് ഉണ്ടായത്. അത്രയും വലിയൊരു യുദ്ധക്കളം പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾക്ക് എത്ര നഷ്ടം വന്നാലും കഷ്ടം വന്നാലും പ്രതികൂലം വന്നാലും പ്രാർത്ഥനാ ജീവിതം ബന്ധിക്കപ്പെടരുത്. കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്ന് പ്രാർത്ഥനാ ജീവിതം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലരുടെ ബന്ധനങ്ങൾ ഇന്ന് അഴിയുമെന്ന് പറഞ്ഞു. പ്രയർ ലൈഫ് ബന്ധിക്കപ്പെട്ടു പോയി. വാ തുറക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിച്ച് മുന്നേറാൻ പറ്റുന്നില്ല. നിന്റെ പല അനുഗ്രഹവും നിന്റെ അടുക്കൽ വന്ന് വഴിമാറിപ്പോവുക. ഇന്നും നിന്റെ അകത്തെ പ്രാർത്ഥനാ മനുഷ്യൻ ഉണരാൻ പോവുക. ശമനഹതന ശുഭന്റെ നാമത്തിൽ ചിലരെ വിട്ട ഒഴിയട്ടെ. ചില ദുഷ്ടശക്തികൾ തലപൊക്കി നിൽക്കുക, വഴിമാറാൻ കൽപ്പിക്കുന്നു. Mighty name of Jesus. എന്റെ ജനത്തിന്റെ പ്രാർത്ഥന അന്തരീക്ഷത്തിന് വിലങ്ങതടിയായി നിൽക്കുന്ന ആ ശക്തികൾ, ഞാൻ കാണുന്നൊരു വെളിപ്പാട് പറയാം. ഇന്ന് ചിലരുടെ പ്രയർ ലൈഫിൽ ഒരു ഭയങ്കര ഡെലിവറൻസ് നടക്കും. പക്ഷെ ഇന്ന് തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. അടുത്ത 74 ദിവസങ്ങൾ മുടങ്ങാതെ നിങ്ങൾ പ്രയർ കൊണ്ടുപോകുന്നെങ്കിൽ, നിങ്ങൾ എന്ത് ദൈവം നിങ്ങൾക്ക് ഭാവി ഒരുക്കാമെന്ന് പറഞ്ഞോ അത് നിന്റെ വീടിനകത്ത് വെളിപ്പെടും. ഞാൻ വെളിപ്പാടിലായി ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറിയേ പറ്റൂ. നിന്റെ സന്തതിയുടെ നിനക്കറിയാം പ്രാർത്ഥിച്ചാലെല്ലാം നടക്കുമെന്ന്, പക്ഷെ അത് ബ്ലോക്കായി പോയി. നീ ഇച്ചിരൂടെ പ്രാർത്ഥിക്കാൻ ദൈവം വെയിറ്റ് ചെയ്യുക. നിന്റെ വീട് ദൈവപ്രവർത്തിക്ക് സാക്ഷ്യം വഹിക്കാൻ പോവാ. നിന്റെ കുടുംബം ദൈവപ്രവർത്തിക്ക് സാക്ഷ്യം വഹിക്കാൻ പോവാ. എഴുതിയിട്ടോ, ജീസസ്, രാത്രിയും പകലും പോലെ നിന്റെ ലൈഫ് മാറും. ഇരുട്ടും വെളിച്ചവും പോലെ നിന്റെ ലൈഫ് മാറും. സൂര്യനും ചന്ദ്രനും പോലെ നിന്റെ ലൈഫ്. നിങ്ങൾ വചനം ശ്രദ്ധിച്ചേ, വായിക്കാം. 7-ാം വാക്യം. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുമെന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധ കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അങ്ങനെ ദാരിയാവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. കൊട്ടാരത്തിൽ ഭയങ്കര പണി നടക്കുക. എഴുത്ത്, മുദ്രയടി, ബഹള. പ്രാർത്ഥിക്കുന്നതിന് വല്ല കുലുക്കം ഉണ്ടെന്ന് കണ്ടോ? 6:10 വായിച്ചേ. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ
അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധി. ഏത് രേഖ എഴുതിയാലും പ്രാർത്ഥിക്കുന്നവൻ ആ പതിവ് പ്രയർ മതി രേഖ പൊട്ടാൻ.